പൂവുമായി ഉത്രാട രാത്രിയുടെ തേരിറങ്ങി തങ്കത്തേരിറങ്ങി തേരിറങ്ങി തങ്കത്തേരിറങ്ങി. ഇളനീല തൊപ്പിയിട്ട് കളമുണ്ടും അവിടുത്തെ എന്തേടാ ഒരു ചായ വെച്ചിട്ട് എത്ര നേരമായി? ഒരു ചായ. ഓ ആക്രാന്തം കാണിക്കല്ലേ? പിടിച്ച പിള്ളേര് ചക്ക കൂട്ടാക്കണ്ടായി തരൂല അങ്ങട്. ഓ എടാ ഹിമാറേ, ആ ക്രിക്കറ്റ് കളിക്കാൻ കൊണ്ടുപോയി ഉണ്ടമ്പൊരു അലമാരി കൊടുത്ത് തുടച്ചു വെക്കണ ആൾക്കാർക്ക് തിന്നാനല്ലേ ഈ ചെറുക്കാൻ. വിചാരിച്ചത്ര ചൂടില്ല. എന്താണ് ഇത്തേ കാണിക്കണത്? കുടിക്കുന്ന ചായയിലാണ് വിരലിട്ടുണ്ടോ? കുയിനകോണ് ഡോക്ടർ പറഞ്ഞേക്കണ്ടേ ചൂടുവെള്ളത്തിൽ മുക്കി പിടിക്കണമെന്നാ. ചൂട് കിട്ടാനാണെങ്കിൽ ഇത്ര നേരം വായിൽ വെള്ളിട്ടോണ്ടിരുന്ന പോരെ? ഇത്ര നേരം വായിലിട്ടേക്കാറുണ്ട്, അപ്പഴല്ലേ നീ ചായക്ക് പറഞ്ഞ. നല്ല പോണ്ടല്ലേ? ഞാൻ വിത്തൗട്ട് ചായ വെച്ചിട്ട് മധുരണ്ടിലെത്താ എവിടെ? ആ ശരിയാണല്ലോ, ഇത് നോക്കട്ടെ. ആ ഇതാണ് നിന്റെ ആയ, ഇത് ഇവന്റെ ആയ. രണ്ടു ദോശ വെച്ചിട്ട് മൂന്നെണ്ണത്തിലെത്താ. പ്ലേറ്റ് കുറവാണ് ഇറക്ക. നീ രണ്ടെണ്ണം കഴിച്ചിട്ട് ഒരെണ്ണം അപ്പുറത്തിരിക്കണോനിക്ക് കൊടുത്താ മതി. അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാം അങ്ങട്. ആ ഏതെങ്കിലും മാറാ പട്ടീനെ കല്ല് വെച്ചെറിഞ്ഞ ഞാനാണ്. അത് കുറെ നേരം വായിലേക്ക് നോക്കിയിരിക്കണേ. നീ എന്ത് കുരുത്തക്കേടായി കാണിച്ചേ? ഇവിടെ പൈപ്പിന് വെള്ളമില്ലാത്തപ്പോ ആ പട്ടിയല്ലേ ഇവിടുത്തെ പ്ലേറ്റ് ഇവിടെ നക്കി തുടച്ച് വൃത്തിയാക്കി വെക്കണേ. ഉത്സവം പ്രമാണിച്ച് കച്ചവടമൊക്കെ എങ്ങനെ എടുത്താ? ഏയ് വലിയ മെച്ചൊന്നുമില്ല. പിന്നെ സർക്കാർ ആശുപത്രി അടുത്തുള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അതെന്താ? അവിടെ ഈ വയറിളക്കത്തിനൊക്കെയുള്ള മരുന്നുണ്ടല്ലോ, എനിമ, അത് തീർന്നു കഴിയുമ്പോ അവരിവിടെ വന്ന് 10-30 ചായ മേടിച്ചിട്ട് പോവും. ആ അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ അങ്ങോട്ട് പോണ്. ആ പിന്നെ വേസ്റ്റ് വന്നതൊക്കെ കഴിക്കാൻ നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ, അതാണൊരു സമാധാനം. അല്ലാ ആരാത്? അല്ലോ കയ്യൊഴിവില്ലല്ലോ മോനെ. നമ്മുടെ ഉള്ള ശുക്കൂറിന്റെ അവിടെ എങ്ങാനും കണ്ടായിരുന്ന? പടച്ച റബ്ബിലാലമീനായ തമ്പുരാനെ, ഇപ്പൊ ആന ചവിട്ടി പിണ്ട പരിവാക്കിണ്ടാവും. ശുക്കൂറേ ഇടക്ക് ശുക്കൂറെ, ഈ ചെറുക്കൻ അവിടെ പോയി കിടക്കണേ. അല്ലാ കടലിൽ ഭയങ്കര തിരക്കാണല്ലേ? നീ ശുക്കൂറിനെ അവിടെ കണ്ടെന്ന് പറഞ്ഞേ? ആനയുടെ പുറകെ കിടക്കണ്ട. ശുക്കൂറാണ് ആനപ്പുണ്ടാണെന്ന് എനിക്കറിയില്ല. അല്ലോ ഈ ചെറുക്കന്റെ സ്വഭാവം അങ്ങനെ നശിച്ചു പോനെ. അതെന്താ അങ്ങനെയായത്? അവനെ ഇക്കാന്റെ കളറാണെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ സൈതാരിയുടെ സ്വഭാവം കിട്ടിയേക്കണേ. അങ്ങനെ വരട്ടെ. ഇത് ശരി. എനിക്ക് കുറച്ചാളെ ചോദിക്കുന്നിരിക്കുന്ന ഇക്ക എന്തോ ഒരു പുതിയ കോഴി പരിപാടി തുടങ്ങിയിട്ടുണ്ടോ? ആ അത് നീ അറിഞ്ഞില്ലേ? ഈ കെണ്ടിക്ക് ചിക്കൻ. അതെന്താ പരിപാടി? അത് ഇക്ക അമേരിക്ക എന്നോണ്ടാ. അമേരിക്ക അങ്ങോട്ട് പോവാ ഇക്കത് മേടിക്കാൻ? അമേരിക്ക പോണേനാ ആവശ്യമുള്ളവനെങ്കിൽ സാധനം ഇവിടെ വരും. ഇപ്പൊ തന്നെ അമേരിക്കക്കാര് കുത്തകയാക്കി വെച്ചേർന്ന അസുഖമുള്ളവന് എയ്ഡ്സ്. ഈ അസുഖമില്ലാത്തവരാരോള്ളേ? ഈ ആൾക്കാർ അമേരിക്കയിൽ പോയിട്ടാ. പിന്നെന്തിനു പോയിട്ടാ? വേണ്ടാത്തതിന് പോയിട്ട്. നീ ഏതെന്നെ മനസ്സിലായില്ല? ഞാൻ പാക്കരൻ. ആ പാക്കരൻ. നിന്റെ കാര്യം എപ്പോഴും ഓർക്കണോന്ന് ഓർക്കും മോനെ, മറന്നു. ഓർമ്മയുണ്ടോ ഈ മുഖം? ഒരുപാട് മോന്തേക്കിനെ കേറി ഇറങ്ങി പോണല്ലേ മോനെ, ഓർമ്മ കാണൂല. ഷിറ്റ്, അത് അതിന്റെ കൂടെ ഉള്ളതാ. അത് ശരി. അത് കൂടെ പറയണ. നിന്നെ കണ്ടപ്പോഴാ മോനെ ഒരു കാര്യം ചോദിക്കണോന്ന് വിചാരിച്ചേ. ഇന്നാളൊരു ടിവിയിൽ ഒരു ചോദ്യം വന്നു മോനെ, അതിന്റെ ഉത്തരം എനിക്ക് മനസ്സിലായിട്ടില്ല. ഈ മുലപ്പാലും കുപ്പിപ്പാലും തമ്മിൽ എന്താ മോനെ വ്യത്യാസം? മുലപ്പാലും കുപ്പിപ്പാലും തമ്മിൽ വ്യത്യാസം എന്ന് പറയുമ്പോ കുപ്പിപ്പാലാവുമ്പോ താഴെ വീണ് പൊട്ടിപ്പോവും, മുലപ്പാലാവുമ്പോ താഴെ വീണ് പൊട്ടിയും പോവില്ല, പൂച്ച വന്ന് കട്ടുപിടിക്കില്ല. അത്ര വ്യത്യാസമുള്ളൂ. അതെ നമ്മുടെ നമ്മുടെ സൂറാബി മോള് അവള് പോണേ. അവക്കിപ്പോ ജോലി കിട്ടിയോ മോനെ? എവിടെ? ഒരു ചട്ടി കമ്പനിയില്. ചട്ടി കമ്പനിയാ? ചിട്ടി കമ്പനി. മാത്തപ്പ മൊയിലാളിയുടെ ചിട്ടി കമ്പനിയിലെ. ഇപ്പൊ ടെമ്പറവരി ആയിട്ടാണ് കേറിയാക്കണ. കഴിഞ്ഞ ഫെബ്രുവരിയിലായിരുന്നു കേറിയതേ. അടുത്ത തന്നെ പ്രഗ്നന്റ് ആക്കി കൊടുക്കാന്ന് മാത്തപ്പ മൊയിലാളി പറഞ്ഞിട്ടുണ്ട്. അവക്ക് മിടുക്കുണ്ടെങ്കിൽ സാധിക്കൂന്നാണ് എല്ലാവരും പറയണേ. കുഴപ്പമില്ല മോള്. പിന്നെ ഞാൻ എന്തോ നേരത്തെ ചോദിക്കുന്ന നമ്മുടെ ഇക്കാന്റെ സീക്രട്ടോ എന്തോ പുറത്തായിനെ കേട്ടില്ല. നീ അറിഞ്ഞത്? ഞാൻ അറിഞ്ഞു. നമ്മളത് സീക്രട്ട് ആക്കി വെച്ചാർന്ന കാര്യമുള്ള എത്ര പെട്ടെന്ന് പബ്ലിക് ആയത്. എന്താ സംഭവം? അത് ഇക്ക ഒരു ദിവസം തേങ്ങ ഇടാൻ വേണ്ടി തെങ്ങമ്മ കയറിയോനെ. എന്നിട്ട് വല്ലവന്റെ തെങ്ങമ്മ കിണ്ണും കിട്ടും.
വെയിലോന്റെ തെങ്ങുമ്പല്ല കയറിയ പിന്നെ വീട്ടിലെ തെങ്ങുമ്പോ തന്നെ കയറിയ എന്നിട്ട് ഈ ചങ്ങാതിക്ക് എന്റെ താഴത്തേക്ക് ഇറങ്ങാൻ പറ്റല്ല. എന്നിട്ട് എന്ത് ചെയ്തു? ആൾക്കാരൊക്കെ ഓടിക്കൂടി. ഇക്കാനടുത്ത് ചാടാൻ പറഞ്ഞാ ചാടുവോ, ബിയാൻ പറഞ്ഞാ ബിയോ, ഇക്കാൻ ചെയ്ത് ഇറങ്ങില്ല. എന്നിട്ട് എന്താ ചെയ്തേ? എന്നിട്ടൊരു കോലും കൊണ്ട് കുത്തി. കുത്തണേന് മുമ്പ് ഒരു വല വലിച്ചു കിട്ടിയോനെ താഴെ വലിയ മീന്റെ വല. കോലും കൊണ്ട് കുത്തി വലയിലേക്ക് വീണു. ഇക്ക രക്ഷപ്പെട്ടു. ഏയ് വലയില് വന്ന് വീണ ഫോഴ്സിൽ ഇക്ക തിരിച്ച് മുകളിലേക്ക് തന്നെ പോയോനെ. എന്നിട്ട് എന്താ ചെയ്തേ? അങ്ങനെ 2-3 പ്രാവശ്യം കഴിഞ്ഞപ്പോ ഇക്കാട പോയത്തും കൊണ്ട് ഞാൻ പറഞ്ഞു അപ്പൊ ഇതിന് പശ വരട്ടെ. ഈ മറ്റേ വലയമ്മ പശ. അപ്പൊ കൊത്തി ഇങ്ങനെ ഇടുമ്പോ ഒട്ടിപ്പിടിച്ചിരിക്കൂലോ. അത് പശയിൽ ഒട്ടിപ്പിടിച്ചിരിക്കും. അങ്ങനെ പശ വരട്ടി ഇക്കാന പിന്നെയും കുത്തി അതിനകത്തേക്ക് അങ്ങനെ ഇക്ക രക്ഷപ്പെട്ടു. ഒട്ടിപ്പിടിച്ചിരുന്നത് ഇക്കാനോട് മുണ്ടല്ലേ, ഇക്ക തിരിച്ച മുകളിലേക്ക് തന്നെ പോയോനെ. അങ്ങനെയാണ് ഇക്കാന്റെ സീക്രട്ട് പുറത്തായത്. അപ്പൊ തന്നെ നമ്മള് വേണ്ടാന്നും വെച്ചു. അത് ശരി. അതൊക്കെ പോട്ടെത്താ. ഇന്നിവിടെ കുറെ ഉത്സവത്തിന്റെ പരിപാടികൾ നടന്നോണ്ടിരിക്കുക. ഇവിടെ എന്താ പരിപാടി? നമ്മുടെ ഇത്ത സിനിമ വല്ലതും കാണാറുണ്ടോ? ചോദ്യം കേട്ടില്ലേ നീ? ഈ സിനിമ ഈ മലാഭവൻ കെണിന്ന് പറഞ്ഞിടത്തുണ്ടല്ലോ അവനെ. അവൻ അഭിനയിച്ചൊരു പടം ഉണ്ടല്ലോ, ആദ്യത്തെ പടം. ഈ പടത്തിൽ ആദ്യം അഭിനയിക്കാൻ എന്നല്ലേ വിളിച്ച? മനോജ് എന്റെ അമ്മയായിട്ടായിരിക്കും. പിന്നെ മഞ്ജു വാര്യർക്ക് പകരം. എന്താ മഞ്ജു വാര്യർക്ക് പകരം? അയ്യടാ, മഞ്ജു വാര്യർക്ക് പകരം വിളിച്ചാ? എന്നിട്ട് പോയില്ലേ? വേണ്ടാന്ന് വെച്ചു. ആരാ? അവര്. നന്നായി, നമ്മ പ്രതീക്ഷിച്ചു. മഞ്ജുവാരുടെ വേഷം ഉമ്മക്കല്ല കഥയായി. ഇറ്റെങ്ങാനാണ് മഞ്ജുവാരുടെ വേഷം ചെയ്തൊന്ന് ദിലീപ് ഇപ്പൊ ഇത്തന്നെ കല്യാണം കഴിച്ചിരിക്കുന്നവന്നല്ലേ? ഇപ്പൊ അതന്നെയല്ല, അവനിപ്പോ ഒരു കൊച്ചൊക്കെ ആയിട്ട്. എനിക്കിപ്പോ അതാ വിഷമം. ഈ വയസ്സാം കാലത്ത് ഇവരെ കൊച്ചിനെ കാലം വെച്ചിട്ട് മോൻ എന്താ പരിപാടി? പരിപാടി സുചിത്ര എന്ന് പറഞ്ഞ സിനിമ നടിയെ കണ്ടിട്ടുണ്ടോ? സുചിത്ര? സുചിത്ര, അതായത് മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും കൂടെ ഒരുമിച്ച് അഭിനയിച്ച ഏകനായിക. ആദ്യം ആ സുചിത്രയുടെ ഡാൻസ് ആണ് ഇന്ന് ഇവിടെ. അവള് വന്നിട്ടുണ്ടോ? പിന്നെ ഇവിടെ വണ്ടി ഇപ്പൊ റെഡി ആയിട്ട് അവിടെ കണ്ട് കാണണം. ഇപ്പൊ കാണിക്കാനായിട്ട് ഞാൻ കാണിച്ചുതരാം. ഇത്ര നോക്കിക്കോ. നമസ്കാരം. 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 എടാ, ഒരു സെക്കൻഡ് ഞാൻ ഇറങ്ങാൻ താമസിച്ചെങ്കിൽ നീ കയറി കള തുടങ്ങിയാലോടാ. അതെ, ഇവനല്ല കാതികൻ, ഞാനാ കാതികൻ. എവിടെ പൊക്ക മാല? എവിടെ? ഇവിടെ വാടാ. പിടി. പ്രിയമുള്ളവരെ, നിങ്ങൾക്കേവർക്കും എന്റെ അഗൈതവുമായ നമസ്കാരം. ഇതല്ല സ്റ്റേജ് അല്ലേ? നീ എന്തീ കാണിക്കരുത്? ആ ബോർഡ് വെച്ച് മാറ്റുന്ന എന്തിനാണ്? പരിപാടിക്ക് മുമ്പ് ബോർഡ് വെച്ച് മാറ്റണല്ലേ ബുദ്ധി. അതെന്താണ് നീ അങ്ങനെ പറഞ്ഞത്? കഴിഞ്ഞ പരിപാടി കഴിഞ്ഞിട്ടേ ബോർഡടിക്കാതെ പോയതിന് നാട്ടുകാരെ എന്ന സമ്മാനമാണ്. അതിനെ ആവർത്തിക്കണം. എനിക്കറിയാൻ വേണ്ടി ചോദിക്കാണ്. ആശാന് നേരെ പോയി വീട്ടിൽ പോണമെന്നില്ലേ? ഹലോ, ആ വണ്ടി തിരിച്ച് സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് കയറിയിട്ട് നിന്നോ. അതെന്തിനാ? ഞാൻ കഥ തുടങ്ങാൻ പോകുന്നു. അയ്യോ, എന്റെ അമ്മ പേടിപ്പിച്ചു പറഞ്ഞില്ല. എന്താണ് കാണിച്ചത്? സിമ്പിൾ ഇട്ടതാ. 2 അറ്റാക്ക് കഴിഞ്ഞൊരു ജന്തുവാണ്. വെരി ഗുഡ്. 3ാമതൊരു അറ്റാക്ക് വന്ന 4ാമത്തെ അറ്റാക്കിന് വേണ്ടി കാത്തിരിക്കേണ്ടി വരും. നമുക്ക് കഥ ആരംഭിക്കാം. ആരംഭിക്കടി. ഫോളോ മീ. എന്റെ ദൈവമേ, ഈശ്വരന്മാരെ, ഞാനെന്താ ചെയ്യണ്ടേ? താനൊരു പണിയാതെ ഞാൻ പാടുന്ന പാട്ടുകൾ ഏറ്റുപാടുക. മനസ്സിലായില്ലേ? ഏറ്റുപാടിയാ മതിയോ? മതി. വായിക്കണോ? ഒന്നും വായിക്കണ്ട. തത്തമ്മച്ചുണ്ട് സ്പൂണ് മൂക്കൻ സവളമാരൻ. നമുക്ക് ആരംഭിക്കാം. സുഹൃത്തുക്കളെ, ഞാൻ എന്റെ കഥാപ്രസംഗത്തിൽ കടക്കുകയാണ്. ഉണരുവിൻ മർത്യരേ, ഉണരുവിൻ മർത്യരേ, നല്ലൊരു നാളേക്കായി ഉണരുവിൻ മർത്യരേ, വീണ്ടും വീണ്ടും ഉണരുവിൻ മർത്യരേ, ഉണരുവിൻ മർത്യരേ, നല്ലൊരു നാളേക്കായി ഉണരുവിൻ മർത്യരേ, വീണ്ടും വീണ്ടും ഉണരുവിൻ മർത്യരേ, നിങ്ങൾ ഉണരുവിൻ മർത്യരേ, നല്ലൊരു നാളേക്കായി ഉണരുവിൻ മർത്യരേ, ഉണരുവിൻ മർത്യരേ, ഉണരുവിൻ മർത്യരേ, നല്ലൊരു നാളേക്കായി ഉണരുവിൻ മർത്യരേ, പ്രിയമുള്ളവരെ, ഉണരുവിൻ മർത്യരേ, ഉണരുവിൻ മർത്യരേ, നല്ലൊരു നാളേക്കായി ഉണരുവിൻ മർത്യരേ, വീണ്ടും നേരമുണ്ട്. എന്താ കാണിക്കുന്നത്?
ഈശ്വരന്മാരെ എന്തിനു ചവിട്ടിയേ? എന്ത് ചവിട്ടിയെന്നാ? നീ ഉറങ്ങണോ ഉറങ്ങട്ടെ, എന്തിനാ നീ വീണ്ടും വീണ്ടും ഉറങ്ങണോ ഉറങ്ങട്ടെ? ആശാൻ വീണ്ടും വീണ്ടും പറഞ്ഞിട്ടില്ല, അയാൾ വീണ്ടും വീണ്ടും പാട്ട് പറഞ്ഞത്. വീണ്ടും വീണ്ടും പാടാൻ കൊള്ളാമോ അവനെ? സുഹൃത്തുക്കളെ, എന്റെ ഈ കഥ നടക്കുന്നത് വേറെ എങ്ങുമല്ല, ലണ്ടൻ എന്ന മഹാനഗരത്തിലെ ഒരു കൊച്ചു ഗ്രാമത്തിലാണ്. അതാ അങ്ങകലെ കിഴക്കേ ചക്രവാളൻ സുപ്രഭാതം പൊട്ടിവിടർന്നു. എന്തേടത്? സുപ്രഭാതം പൊട്ടി വിരിഞ്ഞത്. ഈശ്വര എന്തിനു പൊട്ടത്? ട്രാൻസ്ഫോമർ പൊട്ടിവാരിയായിപ്പോല്ലോ. ഇങ്ങനെ പൊട്ടിക്കല്ലേ കേട്ടോ. 2 അറ്റാക്ക് കഴിഞ്ഞ 3ാമത് ഒരെണ്ണത്തിന് കാത്തിരിക്കാൻ പറ്റില്ല, 4ാമത് ഒരെണ്ണം വരും. മനസ്സിലായില്ലേ സുഹൃത്തുക്കളെ? അതാ അങ്ങ് കിഴക്കേ ചക്രവാളത്തിൽ സുപ്രഭാതം വിടർന്നില്ല. അതാ അങ്ങകലെ വെള്ളിക്കോടാലുമായി ഉദയസൂര്യൻ അങ്ങ് കിഴക്കകലെ വെള്ളകീറി. എന്താടത്? വെള്ള കീറിയത്. വെള്ള കീറിയതാ? വെള്ളയാണെങ്കിലും കറപ്പാണെങ്കിലും പച്ചയാണെങ്കിലും കീറുന്ന ശബ്ദമൊക്കെ ഒന്ന് തന്നെയാണ് ആശാനെ. ബെസ്റ്റ്. 5 നിമിഷങ്ങൾ കഴിഞ്ഞതും കുറച്ചും കൂടി കീറാണ്ടായിരുന്നു. തന്നെ എന്തേത്? ഒരാളിന് കീറണ്ട, സമാധാനായില്ലേ? നമ്മളിത് കീറി തീർന്നാ? എല്ലാം കീറി തീർന്നു. കഥ തുടങ്ങിക്കോ സുഹൃത്തുക്കളെ. അത് അങ്ങകലെ ആ കിഴക്കേ ചക്രവാളത്തിൽ വേണ്ട ഇനിയും കീറാനല്ലേ, അത് വേണ്ട. അതെ, അങ്ങകലെ അമ്പലത്തിൽ നിന്നും സുപ്രഭാത കീർത്തനം അമ്പലത്തിൽ നിന്നും ഒഴുകി വന്നു. Good morning everybody. Good morning everybody. Sunday, Monday, Tuesday, Wednesday, Thursday, Friday, Saturday. Sunday was holiday. അത് വെള്ളമടി ഡേ. എന്താ മോനത്? അല്ല, ലണ്ടൻ എന്ന് പറയുമ്പോ കംപ്ലീറ്റ് ഇംഗ്ലീഷ് ആണല്ലോ. അതെ. അപ്പൊ സുപ്രഭാത ഗീതം ഇംഗ്ലീഷിൽ കിടന്നിട്ട് അല്ലെങ്കിൽ ആൾക്കാർക്ക് മനസ്സിലാവില്ല. സമ്മതിച്ചു തന്നേക്കണേ സുഹൃത്തുക്കളെ. അതാ അങ്ങകലെ ഒരു കൊച്ചു ഗ്രാമം, ലണ്ടൻ എന്ന മഹാനഗരത്തിലെ ആ കൊച്ചു ഗ്രാമത്തിലാണ് ഞാൻ ഈ പറഞ്ഞ കഥ നടക്കുന്നത്. ആ കൊച്ചു ഗ്രാമത്തിൽ കൊച്ചു ഗ്രാമമായിരുന്നു. അവരത് പാടി പഞ്ചായത്താക്കി, മുനിസിപ്പാലിറ്റി ആക്കി, കോർപ്പറേഷനാക്കി. ദൈവത്തോർത്തിന് പാടരുത്, മനസ്സിലായില്ലേ? സുഹൃത്തുക്കളെ, അതാ അങ്ങകലെ ഒരു ചെറ്റക്കുടിൽ കാണുന്നില്ലേ? ഇല്ലടോ. നോക്ക്, ശരിക്കും നോക്ക്. അവിടെ ഒരു കപ്പലിന്റെ മാത്രമേ ഉള്ളൂ. അതാ അങ്ങനെ ചെറ്റക്കുടിൽ കാണുന്നുണ്ട്. ആ ചെറ്റക്കുടിൽ കൂർക്കമ്പലി ചേർന്നുറങ്ങുന്ന ആരാണെന്ന് അറിയണ്ടേ? ആരാണോ? നിന്റെ അപ്പൻ. സുഹൃത്തുക്കളെ, അതാണ് നമ്മുടെ കഥാനായിക ശോഭ. എന്റെ ചെറ്റക്കുടിൽ കൂർക്കമ്പലി ചേർന്നുറങ്ങുകയാണ്. എന്താ മാഷേ? ശോഭ കൂർക്കം വലിച്ചു കിടന്നുറങ്ങണത്. ശോഭ ഒരു പുലിക്കുഞ്ഞല്ല, ഒരു മനുഷ്യജീവിയാണ്, മനസ്സിലായില്ലേ സുഹൃത്തുക്കളെ? അതാ പെട്ടെന്ന് നേരം പരപരാ വെളുത്തു. ശോഭ വാതിൽ തള്ളി തുറന്നു. അങ്ങോട്ട് പൊളിയിട്ട് ആ വാലാണ്ട് പൊളിഞ്ഞാണ്ട് പോട്ടെ. ആരെത്രയും തുറക്കാൻ പറഞ്ഞു? എന്റെ കഥാനായിക ശോഭ രാവിലെ എഴുന്നേറ്റിട്ട് എന്ത് ചെയ്യണം? വാല് തുറക്കണ്ട പുറകോശ്ശേരി നീ അതിൻ്റെ ആരാ പറഞ്ഞത്? എന്തേ? എന്നാ താക്കോല് അടച്ചിട്ട് പൂട്ടിയിട്ടുണ്ട്, എപ്പോഴെങ്കിലും തുറക്കട ഇഷ്ടാവും. ശരി, മിടുക്കൻ. സുഹൃത്തുക്കളെ, അതാ എന്റെ കഥാനായിക ശോഭ പുറത്തേക്ക് ഇറങ്ങി. അതാ മുറ്റത്തേക്ക് നോക്കിയപ്പോൾ ശോഭ തിരിഞ്ഞു നോക്കി. മുറ്റത്തൊരു മൈന, മഞ്ഞക്കൊക്കുകൾ, മഞ്ഞക്കാലികൾ. ആ ശോഭയെ നോക്കി മൈന പാടി. ആ മൈന നോക്കി ശോഭ പാടി. മൈനെ എന്റെ മൈനെ നീ മൈനയായ തെങ്ങിനെ, മൈനയായ തെങ്ങിനെ, മൈനെ എന്റെ മൈനെ നീ മൈനയായ തെങ്ങിനെ. എങ്ങനെ മൈനയായ തെങ്ങിനെ? മൈനെ നീ മൈനയായ തെങ്ങിനെ, മൈനയായ തെങ്ങിനെ. എടാ മൈനെ, അവള് മൈനയായി ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? എടോ, മൈനടുത്ത മൈനയായത് എങ്ങനെയാന്ന് ചോദിച്ചാൽ മൈന എന്താ പറയണേ? ഇത് കേട്ടതും ആ മൈന തന്റെ തൂവലുകൾ ചിക്കി തുറന്ന് ആകാശത്തേക്ക് പറന്നകന്നു. എന്താ മോനത്? ഹെലികോപ്റ്റർ പോയോ? പറന്നു പോയത് മൈനെ. അത് ശരി, ഇങ്ങനെ ഹീറോ ഉണ്ടാവും പോണ വരിയില്ലേ സുഹൃത്തുക്കളെ? അതാ പെട്ടെന്ന് അല്പസമയം കഴിഞ്ഞതും ഒരു വെളുത്ത അംബാസഡർക്കാർ ചീറിപ്പാഞ്ഞ് ശോഭയുടെ ഭരണത്തിന് മുന്നിലേക്ക് ആഞ്ഞു. എന്താ മോനത്?
അതെ, ഡോർ അടച്ചതാണ്. ഡോർ അടച്ചപ്പോ കേട്ടെ അതെ. എന്താ 5 ഡോർ അടച്ചത്? 5 ഡോർ എന്ന് പറഞ്ഞാൽ ഡിക്കിങ് കൂടെ അടക്കാനുണ്ടായിരുന്നത്. അതെ അത് ശരി. ലഗേജ് ഒക്കെ ഇങ്ങനെ ഇരിക്കല്ലേ, ആ. എടുത്ത് വെച്ചിട്ട് അടച്ചു വെച്ച്. സുഹൃത്തുക്കളെ ബോണറ്റ് പൊങ്ങിരിക്കായിരുന്നിട്ട് അടച്ചതോ? ബോണറ്റ് പൊങ്ങിയിരിക്കായിരുന്നില്ലേ, അത് അടച്ച്. സുഹൃത്തുക്കളെ അതിൽ നിന്നും ആ കാറിൽ നിന്നും വെളുത്ത് അംബാസഡർ കാറിൽ നിന്നും നമ്മുടെ അജാനുവാഹയെ വെളുത്ത് മെലിഞ്ഞ അജാനുവാഹയെ കുള്ളനായ ഒരു ചെറിയ ചെറുപ്പക്കാരൻ വെളിക്കിറങ്ങി. ശശിരോ? അല്ല, വെളിയിലേക്ക് ഇറങ്ങി. അതാണ് നമ്മുടെ കഥാനായകൻ രേജൻ. രേജനല്ലോ, രാജൻ. ഞങ്ങൾക്ക് ആധികന്മാരെ പറയൂ, രേജൻ. രാജനെ കണ്ടതും ശോഭയുടെ കണ്ണുകൾ തമ്മിൽ ഇടഞ്ഞു. 2 കൺമഷി ഇടാത്ത കണ്ണുകൾ, 2 കൺമഷി ഇട്ട കണ്ണുകൾ. ആ രാജന്റെ ശോഭയുടെ നയനിൽ നോക്കി രാജൻ അറിയാതെ പാടിപ്പോയി, ഞാവൽ പഴം തോൽക്കും കരിനീല കണ്ണുകൾ ആരോ മലേ നിനക്കാരു തന്നു. ഞാവൽ പഴം തോൽക്കും കരിനീല കണ്ണുകൾ ആരോ മലേ നിനക്കാരു തന്നു. പഴം തോൽക്കും കരിനീല കണ്ണുകൾ അരമലേ നിനക്കരു നൽകി. അവൻ പഴം തോൽക്കും കരിനീല കണ്ണുകൾ അരമലേ നിനക്കരു നൽകി. അവൻ പഴം തോൽക്കും കരിനീല കണ്ണുകൾ അരമലേ നിനക്കരു നൽകി. അപ്പം നൽകി. സുഹൃത്തുക്കളെ അതാ രാജനും ശോഭയും തമ്മിൽ പ്രണയബദ്ധരായി. അവർ പാർക്കിൽ പോകുന്നു, ബീച്ചിൽ പോകുന്നു. പാർക്കിൽ പോയിട്ട് ഐസ്ക്രീം കഴിക്കുന്നു. സുഹൃത്തുക്കളെ അവർ പ്രണയ ഉല്ലാസഭരിതരായിട്ട് പ്രണയ ഉല്ലാസം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ഗംഭീരായിട്ടോ. നിങ്ങൾ മറ്റേ തവളക്കുഴിയല്ലേ? അതെ തങ്കപ്പൻ. കഥാപ്രസംഗം അടിപൊളിയായിട്ടുണ്ട്. അല്ല. അതെ, എന്നെ കണ്ട ഒരു മെന്റൽ ഡിസീസിനുള്ള ആളെന്ന് തോന്നുന്നു. ഏയ്! ഒരു ഭ്രാന്തുള്ള ആളായിട്ട് തോന്നോ? ഭ്രാന്തനാ? അതെ. ചേട്ടനാ? തോന്നോ? ഒരിക്കലും ഇല്ല. തോന്നില്ല. ആര് പറഞ്ഞതൊക്കെ? ഞാന് ഒരു കാര്യം പറഞ്ഞോട്ടെ. എന്താണ്? എന്താന്ന് നോക്കണേ ഞാന് മനുഷ്യൻ. ഈ കയറ് ഞാൻ 2 കാൽമ കെട്ടിയ എനിക്ക് ഭ്രാന്താന്ന് പറയോ? ആര്? നാട്ടുകാരാ? ഞാൻ കെട്ടിയ ഒരിക്കലും ഇല്ല. ഇല്ല. ഏയ്! ഒരു കാലിന് കയറ് കെട്ടിയ ഭ്രാന്താന്ന് പറയോ? ഒരിക്കലും പറയില്ല. പ്ലീസ് ഗീവ് മീ കാൽ. Excuse me, വെച്ച് കൊടുക്കാൻ. ഈ മനുഷ്യന്റെ കാര്യം. ചേട്ടാ ഈ കാലുമ്പോ കയറ് കെട്ടിയില്ലോ അല്ലേ? ഈ കയറിന്റെ മറ്റേറ്റം എവിടെയാണ്? ഈ കയറിന്റെ മറ്റേറ്റം ഇപ്പൊ പോവാൻ പോകുന്ന കൊട്ടാരക്കര സൂപ്പർ ഫാസ്റ്റ് കെട്ടിരിക്കുന്നു. ഇവനൊക്കെ പറഞ്ഞയക്കാൻ ഇതല്ലാണ്ട് വേറൊരു പണിയില്ല.